ഓക്കെ വാഹിദ്. താങ്ക് യു സാർ. വാം വെൽക്കം മിസ്റ്റർ സുധീരൻ. തന്നെ തമിഴ്നാട് കേഡറിന്ന് മറ്റേതോ ഗോകർണത്തേക്ക് തട്ടിയെന്ന് കേട്ടല്ലോ. ഗോകർണമല്ലടോ, വിശാഖപട്ടണം. ഇനി വിശാലമായെന്ന് വിശ്രമിക്കാമല്ലോ. ഇത്ര നാളും കരുണാമയനായ കരുണാനിധിയെ സേവിച്ച് തളർന്നതല്ലേ. അതിരിക്കട്ടെ, ആ പോയ സർക്കിളിന്റെ ഫേസ് എനിക്ക് വളരെ ഫെമിലിയർ ആണല്ലോ. ഏത് ബാച്ചാ? 1989. വാഹിദ് അബ്ദുറഹ്മാൻ ഹാജി. സർവീസിലെത്തിയതിനു ശേഷം 3 വട്ടം മക്കയിൽ പോയി ഹജ്ജ് ചെയ്ത വാഹിദിന് ഇന്ത്യൻ പോലീസ് സേനയിലെ ഏക ഹാജിയാർ എന്ന ബഹുമതി വേണമെങ്കിൽ കൊടുക്കാം. ഡ്യൂട്ടി ഏതായാലും 5 നേരം നിസ്കാരം മുടക്കാറേയില്ല. ഭക്തി പോലെ തന്നെ നീതി നടപ്പാക്കുന്ന കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയുമില്ല. ഹാജിയാരുടെ മുന്നിലേക്ക് സത്യം ഓടിയെത്തും എന്നൊക്കെയാണ് പറയാറ്. ഇപ്പോൾ സംഗീത സംവിധായകൻ ഗംഗാപ്രസാദിന്റെ തിരോധാനം അന്വേഷിക്കാൻ വാഹിദ് അബ്ദുറഹ്മാൻ ഹാജി തൊപ്പി ധരിച്ചു കഴിഞ്ഞു. റംസാൻ മാസത്തിലെ പിറ പോലെ സത്യം തെളിയുക തന്നെ ചെയ്യുമടോ. തന്റെ പ്രശംസ കേട്ടിട്ട് കക്ഷി തന്റെ പെറ്റ് സബോർഡിനേറ്റ് ആണെന്ന് വ്യക്തം. സത്യം. പക്ഷേ വാഹിദിന്റെ മുന്നിൽ ഞാൻ സ്ട്രിക്റ്റ് ഓഫീസറാ. ആക്സിലറേറ്റഡ് ഹൈപ്പർ ടെൻഷനായി പോയി. നന്നായി കെയർ ചെയ്തേ പറ്റൂ. തൽക്കാലം ഞാനൊരു നൈട്രോപ്പിസൈഡ് ഇഞ്ചക്ഷൻ കൊടുക്കാം. 2-3 ഡേയ്സ് ഒബ്സർവേഷൻ അത്യാവശ്യമാണ്. ആ സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൾ റഹ്മാൻ ഹാജി യമന പ്രസാദ് സാറിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യും. നോ നെവർ. ഈ കണ്ടീഷനിൽ അതൊന്നും പറ്റില്ല. ഇൻട്രാവീനസ് മെഡിക്കേഷനിലുള്ള ഒരു പേഷ്യന്റിനെ ഒരു പോലീസുകാരനും ചോദ്യം ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. അയാൾക്ക് ആവശ്യമായ വിവരങ്ങൾ തൽക്കാലം ഉത്തമം ചെന്ന് പറഞ്ഞു കൊടുക്ക്. എന്നിട്ടും അയാൾ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ വിളിച്ചോളാം അയാളുടെ സുപ്പീരിയർ ഓഫീസറെ. ശരി ഡോക്ടർ, ഞാൻ ചെന്ന് വിവരം പറയട്ടെ. പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഗംഗാപ്രസാദ് പോവാനിടയായ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ചോ? നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും? അവർ പരസ്പരം അറിയാതെ പോകുന്ന ഒരു സ്ഥലവുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എവിടെ പോയാലും മൊബൈലും കൊണ്ടുപോകും. അഥവാ മറന്നതാണെങ്കിൽ യമുന പ്രസാദിന്റെ നമ്പറിലേക്കെങ്കിലും ഒന്ന് വിളിക്കണ്ടേ? താങ്കൾ ആരെയോ ഭയപ്പെടുന്ന പോലെ. എന്താ പറയേണ്ടത്? ഇപ്പോൾ ഈ മത്സരത്തിൽ തന്നെ പല പാർട്ടിസിപ്പൻസിനും പാരൻസിനും അവരോട് ദേഷ്യമാ. എല്ലാവർക്കും ഒരുപോലെ മാർക്ക് കൊടുക്കാൻ പറ്റുമോ? അത്തരം കുശുംബാസൂയൊന്നും ഇത്തരം മാൻമിസിം വരെ ചെന്ന് എത്തോ? പെമ്പിള്ളേരോട് കാണിക്കുന്ന വഷളത്തരത്തിനെ ഏതെങ്കിലും പേരൻസ് പിടിച്ചോണ്ട് പോയി കൈകാര്യം ചെയ്യാനും മതി. ഓഹോ, അപ്പൊ ഗംഗാപ്രസാദിനോട് വൈരാഗ്യമുള്ളൊരു പലരും ഈ കൂട്ടത്തിലുണ്ട്. അയ്യോ, അങ്ങനെയൊന്നും ആയിരിക്കില്ല മഹേശ്വരി ഉദ്ദേശിച്ചത്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അല്ല സാറേ, ഞങ്ങളൊരു കുടുംബം പോലെ കഴിയുന്നത്. എന്നിട്ട് കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ പ്രൊഡ്യൂസർ സാറേ ഇവരെല്ലാരും പറയുന്നേ. അത് സാറേ, ഏത് കുടുംബത്തിലും കാണുമല്ലോ പേര് കളയാൻ വേണ്ടി ചില എംബൊക്കെ. സാറ് എന്നെ സാറിന്റെ കാര്യം വിളിച്ചു പറഞ്ഞാൽ എങ്ങനെയാ? ഇവനേതാ? ഇവനെന്റെ വിവരമില്ലാത്ത സെക്രട്ടറി. ഞാൻ തിരുമലൊക്കെ വീട്ടിൽ വാ തുറക്കാറാണ് സാറ് പറയും. ഇങ്ങോട്ട് മാറി നിൽക്കണം. താങ്കൾ പറഞ്ഞ കാരണം അത്രയും ക്ലിയർ ആയില്ലല്ലോ. എന്തെങ്കിലും പെക്യുലർ ഇൻസിഡൻസ്? സാറേ, അത് ഗംഗാപ്രസാദിനെ കാണാതായ തലേ രാത്രി ആ കുട്ടിയുടെ അങ്കിളാണെന്ന് പറഞ്ഞ ഒരാൾ അവരുടെ മുറിയിൽ ചെന്നിരുന്നു. പറഞ്ഞ പോലെ എവിടെ പോയി അയാള്? എല്ലാവരോടും ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലേ. പരിശുമാ മുറിയിലുണ്ട് സർ. കുമ്മാവനോട് മുറിയിൽ ഉണ്ടാക്കാനല്ല പറഞ്ഞേ, ഇവിടെ ഉണ്ടാക്കാനാ പറഞ്ഞേ. രാഗകാലം കഴിയാതെ പറിച്ചു പുറത്തിറങ്ങാറില്ല, അതുകൊണ്ടാ സാർ. ഓ, ഏതും കാതും മാത്രം നോക്കുള്ളൂ, അതോ ഗുളിയനും യമകണ്ട കാലം നോക്കോ? എടാ സുലാലേ, പോയി വിളിച്ചിട്ട് വാടാ ഗുളിയനെ. അയാൾക്ക് സമയം നല്ല കാലമാണോ കഷ്ടകാലമാണോന്ന് ഞാനൊന്ന് കവടി നിരത്തി നോക്കട്ടെ. വരണം പ്രേമസുലാൽ, വരണം.
കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചുവല്ലേ? സർക്കിൾ ഇൻസ്പെക്ടർ വാഹിദ് അബ്ദുൾ റഹ്മാൻ ഹാജി എങ്ങനെ മനസ്സിലാക്കി എന്നാലോചിച്ച് അതിശയിക്കേണ്ട പ്രേമസുലാൽ. അതാണ് ലക്ഷണശാസ്ത്രം. സ്വാമി പ്രേമസുലാലിന്റെ ഈ പേര് കാർന്നോമാരായിട്ടിട്ടതാണ്. അല്ല സാറേ, അല്ല സ്വാമി, അവരിട്ട പേര് പൈതലെന്നാ. അയ്യോ പാവം. പൈതൽ എങ്ങനെ പ്രേമസുലാലായി? അത് ഞാൻ തന്നെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് മാറ്റിയതാ. ഇപ്പൊ എന്റെ പേരിനകത്ത് പ്രേം നസീറുണ്ട്, മമ്മൂട്ടിയുണ്ട്, സുരേഷ് ഗോപിയുണ്ട്, മോഹൻലാലുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ സ്വാമി. ഞാൻ അകത്തേക്ക് വലിക്കുന്ന ശ്വാസത്തിലും പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിലും വരെ സിനിമയുണ്ട്. തൽക്കാലം നമുക്ക് വാഹിദേമാനെ കാണാം. നടന്നാലും വന്നാട്ടെ വന്നാട്ടെ. ഓം ശാന്തി. ശാന്തി ശാന്തി. അന്ന് രാത്രി പട്ടേരി വന്ന് ഗംഗാപ്രസാദിനോട് എന്താണ് മോശമായി പെരുമാറിയെന്ന് മാത്രം താങ്കൾ എന്നോട് പറഞ്ഞില്ല. അതിനുത്തരം ഈ ഭട്ടേരി പറയും. പറയണം പറയണം. അന്ന് രാത്രി ഞാൻ അവരുടെ മുറിയിൽ ചെന്ന് അടിവരയിട്ട് ചില കാര്യങ്ങൾ ഊന്നി പറഞ്ഞു. പിന്നെ അറിയാവുന്ന ലക്ഷണശാസ്ത്ര പ്രകാരം കൈപിടിച്ചു നോക്കി ഭാവി ഭൂതം, പിന്നെ കൂടെ 2 നല്ല വർത്താനവും പറഞ്ഞു. അതിലെന്താ തെറ്റ്? ലക്ഷണശാസ്ത്രം അതിന്റെ ബലത്തിലാണ് താൻ ആളുകളെ കയ്യിലെടുക്കണതെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ലക്ഷണശാസ്ത്രവും സാമുദ്രിക ശാസ്ത്രവും ഒക്കെ പോലീസുകാർക്ക് പ്രയോജനപ്പെടുന്ന സയൻസ് ആണ് സർ. ആണോ? അടിസ്ഥാനപരമായി ഏതു മനുഷ്യനും ലക്ഷണശാസ്ത്രം അറിയുന്നവനാണ്. ആകാശത്ത് കാർമേഘങ്ങൾ കാണുമ്പോൾ മഴ പെയ്യുമെന്ന് ഏത് കുട്ടിയും പറയുന്നത് ഉദാഹരണം. എന്നാൽ ആകാശത്തിന്റെ ഏത് കോണിലെ ഏത് മേഘം എപ്പോൾ പെയ്യുമെന്ന് പറയുന്ന വയൽ മുത്തശ്ശന്മാരെയും കടൽ മുത്തശ്ശന്മാരെയും സാറ് കണ്ടിട്ടുണ്ടാവില്ല. കേസ് അന്വേഷണത്തിൽ ലക്ഷണശാസ്ത്രത്തെ ആശ്രയിച്ച ഷെർലക് ഹോംസ് ലോക പോലീസുകാർക്ക് പാഠപുസ്തകം. പ്രകൃതി നമുക്കായി ചില അടയാളങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. മഴ വരും മുമ്പേ വീടുകളിലെത്തുന്ന ഉറുമ്പുകൾ അതറിയുന്നു. പ്രകൃതിക്ഷോഭത്തിന് മുമ്പ് നാൽക്കാലികളും അതറിയുന്നു. ഇതെല്ലാം ശാസ്ത്രമാണ്. ചില ഇരുകാലികൾ തെറ്റുമറയ്ക്കാനും പാപം പൂഴ്ത്തി വെക്കാനും ഈ പറഞ്ഞ ശാസ്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതെ, രാഷ്ട്രീയ ദല്ലാളന്മാരെ കൂട്ടുപിടിച്ച് പോലീസ് പങ്കുകച്ചവടം നടത്തുന്നത് പോലെ അല്ലേ സ്വാമി? ഇപ്പൊ തന്നെ ലക്ഷണശാസ്ത്ര പ്രകാരം വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് താങ്കളെ തേടിയെത്തിയിരിക്കുന്നത്. ഫോൺ അറ്റൻഡ് ചെയ്യൂ സ്വാമി. ഹലോ, യെസ്, വിത്തിൻ നോ ടൈം ഐ വിൽ റീച്ച് ദാറ്റ്. പ്രഭാഷണൊക്കെ സത്രവേദിയിലോ യജ്ഞവേദിയിലോ ആകാൻ സ്വാമി. ഇപ്പൊ തൽക്കാലം 10 രാമനാരായണം ജപിച്ച് വന്ന് വണ്ടി കയറ്. സ്വാമിയുടെ തപസ്സും പ്രസംഗൊക്കെ അങ്ങ് സബ് ജയിലിലേക്ക് മാറ്റാനുള്ള ഒരു തൊണ്ടി ഞാൻ കാണിച്ചു തരാം. വന്ന് വണ്ടി കയറിയാട്ടെ. നിങ്ങൾ ചാനലുകാരൊക്കെ ഒന്ന് മാറി നിന്നേ. അതൊക്കെ പിന്നീട് ഒന്നങ്ങോട്ട്.
പട്ടേരി ഓ ഒന്ന് കാണണം.